ഞാൻ ചെറുപ്പത്തിൽ നെയ്ബറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് സീരിയൽ പ്രാന്തിയാണ്. സീരിയലൊക്കെ കാണാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്, അവിടെ ടി വിയുള്ള വീട്, അവിടെ പോയിരുന്ന് കാണാറുണ്ട്. ആ ചേട്ടൻ്റെ വീട്ടിൽ ആ ചേട്ടനൊന്നും ഒറ്റയ്ക്കായിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, ജോലിക്ക് എന്തോ പോയിരിക്കായിരുന്നു. അപ്രോച്ച് ചെയ്തു, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പാർട്സ് കാണിക്കുകയും എന്നെ പലതിനും നിർബന്ധിക്കുകയും, ഞാൻ എന്താ പറയുക, ഇപ്പം വണ്ണം ഉണ്ടെന്ന് വെച്ച് ചാറ്റ് തന്നെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട അതിഥി തന്നെയാണ്, കൊച്ചിക്കാരിയാണ്, ട്രാൻസ്ജെൻഡർ വുമൺ ആണ്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പള്ളുരുത്തി സ്വദേശിനിയായ അമയ പ്രസാദിനെ. അമയ കുട്ടി, വെൽക്കം ടു ദി ഷോ. ഹായ് മമ്മി. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അമയ പ്രസാദാണ്, കൊച്ചിയിലെ പള്ളുരുത്തി സ്വദേശിനിയാണ്. പറയാം അമ്മയെ പറ്റി എങ്ങനെ ശരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? ഞാൻ അമയ, കൊച്ചി പള്ളുരുത്തിയിലാണ് വീട്. ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി മുന്നോട്ട് എന്തൊക്കെയാവണമെന്നൊക്കെയാണ് പ്ലാനിങ്? മുന്നോട്ട് പ്ലാനിങ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സർജറീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് കഴിയണം. പിന്നെന്താ പറയുക, PG ചെയ്യണം എന്നുണ്ട്. അതിലൂടെ ഒരു ജോലി കണ്ടുപിടിച്ച് സെറ്റിൽ ആവണം തന്നെ ആഗ്രഹം. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്. തീർച്ചയായിട്ടും. ഒക്കെ വേഗം സാധ്യമാവട്ടെ. ഫാമിലിയെ പറ്റി പറയാം, എങ്ങനെയാ? ഫാമിലിയെ പറ്റി, വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. ഒരു ചെറിയ ഫാമിലി, സന്തുഷ്ട ഫാമിലി. ഇപ്പം അത്ര സന്തോഷമില്ല. ആർക്ക്? അമ്മയ്ക്ക് സന്തോഷമില്ലെന്നാണോ അതോ ബാക്കി 3 പേർക്ക് സന്തോഷമില്ലെന്നാണോ? എനിക്ക് സന്തോഷമില്ല എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിൽ, അവർക്കും സന്തോഷമില്ലെന്ന് വിചാരിക്കാം. അമ്മയുടെ പ്രസൻസ് ഇല്ലായ്മ അവർക്ക് സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ അമ്മയെ സേഫ് ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടാവില്ലേ? സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. എനിക്ക് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. വീട്ടിൽ ഞാൻ പോവാറില്ല എന്നുള്ളൂ. അവരുടെ കാര്യങ്ങൾ ഞാനും തിരക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങളും തിരക്കാറുണ്ട്. ഓക്കെ, വീട്ടിൽ അച്ഛനാണോ അമ്മയാണോ കുറേ കൂടി അമ്മയ്ക്ക് ക്ലോസ് ആയിട്ടുള്ളത്? അമ്മയാണ് എനിക്ക് കൂടുതലും ക്ലോസ് ആയിട്ടുള്ളത്. വീട്ടിൽ എന്ത് കാര്യമാണെങ്കിലും അമ്മയോട് പറയാറുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു എന്താ പറയുക, ഐഡൻറ്റിറ്റി സംബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയൊക്കെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത് അച്ഛനെന്ന് തന്നെ പറയാം. കാരണം അച്ഛനോട് മാത്രമേ എനിക്കിപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളൂ. കാര്യങ്ങളൊക്കെ തിരക്കും, എല്ലാം വേണ്ടതൊക്കെ ചെയ്തു തരാറുണ്ട്. വീട്ടിൽ ബാക്കി ആരോടും പിന്നെ മിണ്ടാറില്ല. ഇപ്പോൾ അത്ര രസത്തിലല്ല. അനിയൻ്റെ നിലപാട്? അനിയൻ്റെ പേരെന്താ? അനിയൻ്റെ പേര് അതുൽ പ്രസാദ്. ഓക്കെ, അതിൽ എന്താ ചെയ്യുന്നത്? അതിലിപ്പോൾ ഡിഗ്രി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവൻ്റെ നിലപാട് എൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവൻ ഒരാൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുമായിരുന്നു. കാരണം അവനാണ് എന്നെ കൂടുതലും ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറേ ഉപദ്രവിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് എൻ്റെ ബ്രദർ. ഫിസിക്കലി, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തടഞ്ഞു അമ്മ അച്ഛനൊക്കെ കൂടെ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴേ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ശരിക്കും മാനസികമായി ഏറെ തളർന്നിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ ഹാപ്പിയാണോ? തീർച്ചയായും. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ലൈഫിൽ ഹാപ്പി ആയെന്ന് പറയാം. അമ്മയായിട്ട് ജീവിക്കും? അതെ, ഞാൻ എൻ്റെ സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു. ഇപ്പം ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം, ഫ്രീഡം ഉണ്ട്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, എവിടെ വേണേലും പോവാം. എന്താ പറയുക, അതൊന്നും ഹൈഡ് ചെയ്ത് വെക്കണ്ട. പണ്ട് എന്താ പറയുക, എല്ലാം സൂക്ഷിച്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ സംസാരത്തിലായാലും നടത്തത്തിലായാലും ഒരാളോട് പെരുമാറുമ്പോഴായാലും ആണ് ചമയേണ്ടി വന്നിരുന്നു. നമ്മുടെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യേണ്ടി വന്നു, ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് ജീവിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാം. ഹാപ്പിയാണ് ഞാനിപ്പോൾ. എന്നാലും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ. ഇപ്പം ആർക്കൊപ്പം താമസിക്കുന്നത്? ഇപ്പം ഞാൻ ദയമമ്മിക്കൊപ്പമാണ് താമസിക്കുന്നത്. ഞാൻ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഇവിടെ ട്രാൻസ് വുമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കെയർ ഹോം ഉണ്ടായിരുന്നു എറണാകുളം കച്ചേരിപ്പടിയിൽ, മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി. നമ്മുടെ കേരള സർക്കാരിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതെ, അവിടെയാണ് ഞാൻ വന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക, കുറേ കമ്മ്യൂണിറ്റീസിനെ, അതുവരെ എനിക്ക് ആരോടും അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീട് വിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്കാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാൻവി മെറിൻ. അവൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അവൾ വഴിയാണ് ഞാൻ അവിടെ വന്നത്. അവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു. പിന്നെ എല്ലാവരോടും നല്ല മിങ്കിളായി. അപ്പോഴാണ് ഈ കമ്മ്യൂണിറ്റിയിലെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ആരും ഇല്ല എന്നുള്ളൊരു തോന്നലില്ലാതാക്കാനായിട്ട് എൻ്റെ മകളായിട്ട് എടുത്തു ദയമമ്മി, ദയാഗായത്രി. ഇപ്പോൾ ദയമമ്മിയുടെ ഒപ്പമാണ് ഞാൻ താമസം. എളമക്കരയിലാണ് വീട്.
സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, അവിടെ ആരൊക്കെ ദയുടെ വീട്ടിൽ ദയമമ്മ ഉണ്ട്, പപ്പയുണ്ട്, ദയമമ്മയുടെ പാർട്ട്ണർ സിദ്ധാർത്ഥ് നാഥ്, പിന്നെ ഞങ്ങൾ 4 പെൺകുട്ടികളും ഉണ്ട്. ദയമമ്മയ്ക്ക് മൊത്തം 7-8 മക്കളുണ്ട്. ഒരു വലിയ ഫാമിലിയാണ്. ഒരു കുഞ്ഞു ഫാമിലിയിൽ നിന്ന് കുറെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നെങ്കിലും ഒരിടത്ത് ഒറ്റപ്പെടാതെ നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രൊജക്റ്റിൽ സേഫ് ആയിട്ട് താമസിച്ചു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു നല്ലൊരു ഫാമിലിയുടെ ഭാഗമായി ഇല്ലേ? അതെ, ഞാൻ വലിയ സ്ട്രഗിൾ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ലൈഫിൽ. ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. ഇവിടെ ഫാമിലി ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫാമിലി ബിൽഡപ്പ് ചെയ്യാനും ഒരു ആണും പെണ്ണും തന്നെ വേണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? ആണും പെണ്ണും ചേർന്നാൽ മാത്രമേ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പഴയ ചട്ടക്കൂടല്ലേ? അതൊക്കെ തെറ്റാണ്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാനും ഒത്തൊരുമിൽ ജീവിക്കാൻ അമ്മയെ അതിൻ്റെ ഒരു അല്ലേ? അതെ അതെ. അമ്മയെ എപ്പോഴാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കിയൊരു കാര്യം അമ്മയ്ക്ക് എപ്പോഴും ഓർക്കുമ്പോൾ? കാരണം ഇപ്പോൾ ഒരു 23 ഇയേഴ്സായി അമ്മയ്ക്ക്. ഈ 23 ഇയേഴ്സിൽ അമ്മയ്ക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയത് എപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഒരു മൊമെൻ്റ് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. എന്താ അത് വന്നിട്ട് സത്യം പറഞ്ഞ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഇല്ലെങ്കിൽ വീട് ഉറങ്ങിയത് പോലെ തന്നെ പറയാം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് എവിടെ മാറി നിൽക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വീട്ടിൽ തന്നെയാണ്. എവിടെ പോയാലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോവുള്ളൂ. അങ്ങനെ വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിളിച്ച് നിർത്തും. കാരണം ഞാൻ ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല, ഭയങ്കര ഇതായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഐഡൻറ്റിറ്റി സംബന്ധിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നില്ല. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. മാത്രമല്ല അനിയൻ കുറേ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്, സ്റ്റൂളൊക്കെ എടുത്തെറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പിറ്റേ ദിവസമാണ് അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങണമെന്ന്. സോ പക്ഷെ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്ന്. കാരണം ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. അമ്മ മിണ്ടാറുമില്ല, വിളിക്കാറുമില്ല, ഒന്നുമില്ല. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. അമ്മേനൊന്ന് കാണണമെന്നുണ്ട്, എത്രേ ഉള്ളൂ. അമ്മ ഇപ്പം മുമ്പിൽ ഒന്ന് എന്താ പറയുക? അയ്യോ, ഭയങ്കര സന്തോഷമാവും. അമ്മയുടെ വിവരങ്ങളൊക്കെ തിരക്കാറുണ്ട്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ അമ്പലത്തിൽ പോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം എന്നോട് സ്നേഹമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്തോ എന്നെ ഈ ഒരു രൂപത്തിൽ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇത്രയും നാൾ മകനായിട്ട് വളർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം മകളായപ്പോൾ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അമ്മയോടും അച്ഛനോടും എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ള? അവരിത് കാണുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ഇത് കാണുവാണെങ്കിൽ തന്നെ മനസ്സിലാക്കുക എൻ്റെ തെറ്റുകൊണ്ടല്ലല്ലോ ഞാൻ ഇങ്ങനെ ആയത്. അത് മനസ്സിലാക്കി ഒരു ദിവസം വീട്ടിൽ പോകണം, എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഒരു ദിവസം തന്നെ വിളിച്ചാൽ മതി വീട്ടിലോട്ട്, അത്രേ ഉള്ള ആഗ്രഹം. അതെനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും വേണ്ട. അനിയനോടോ? അനിയൻ പറഞ്ഞിരുന്നത് എന്താ പറയുക, അവൻ്റെ കൂട്ടുകാർക്കൊപ്പം പോകുമ്പോൾ നാണക്കേടാണ്. കൂട്ടുകാർ ചോദിക്കാറുണ്ട് ചേട്ടൻ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. അനിയനത് ഭയങ്കര ഷെയിമാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരായാലും കൂടെ പഠിച്ച ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എല്ലാവരും വിളിക്കാറുണ്ട്, കാണാൻ വരാറുണ്ട്, ഭയങ്കര സപ്പോർട്ടീവാണ്. അനിയനൊന്ന് മനസ്സിലാക്കുക, നാളെ നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവും, നീയും ഫാമിലി ആയിട്ട് മാറാൻ പോവാണ്, നിനക്കൊരു കുട്ടി ഉണ്ടാവും. അപ്പോൾ എന്നെപ്പോലൊരു കുട്ടി ഉണ്ടാണെങ്കിൽ അതിനെ തള്ളിക്കളയാൻ നിൽക്കരുത്, മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ട്രാൻസ്ജെൻഡർ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ അങ്ങനെ എറണാകുളം സിറ്റി പോലെ അത്ര വിസിബിലിറ്റി ഒന്നുമില്ല. പള്ളുരുത്തിയിലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അറിയില്ല. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും, നെയ്ബേഴ്സ് എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു കുറ്റബോധമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാഞ്ഞത്. അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനത്തെ ഒരു ആഗ്രഹം ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ പറയുക, ആനിവേഴ്സറിക്കും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നാടകമൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അല്ലാതെ അഭിനയിക്കണം എന്നൊരു മോഹം അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ഷമീയുടെ ടിക്ടോക്ക് അതുപോലത്തെ സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ ഗംഭീരമാണല്ലോ. എനിക്ക് അത്ര ഫോളോവേഴ്സ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു എന്താ പറയുക, ടൈം പാസിന് വേണ്ടി ടിക്ടോക്ക് ഇപ്പോൾ ഇല്ല, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ചെയ്യാൻ അത്രേ ഉള്ളൂ. കുറേ നല്ല സമയം നമ്മളോട് സ്പെൻഡ് ചെയ്ത് അമ്മയുടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അമ്മയുടെ പേരൻസിനുള്ള മെസ്സേജൊക്കെ പാസ് ചെയ്തു. ജീവിതത്തിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. വിഷിംഗ് യു ഗ്രേറ്റ് സക്സസ്, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഗോഡ് ബ്ലാസ് യു. നന്നായിട്ടിരിക്കുക, നന്നായി പഠിക്കുക, ലൈഫ് നന്നായിട്ട് അച്ചീവ് ചെയ്യുക, ഹാപ്പിനെസ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു. സോ ഇതായിരുന്നു നമ്മുടെ അമ്മയെക്കുട്ടിയുടെ വിശേഷങ്ങൾ. ചാരിത്രയുടെ പുത്തൻ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. ബൈ.